ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ടോക്സ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബബിതയാണ്. ബബിത, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ, ബബിതയുടെ വീട് എവിടെയാണ്? തൃശ്ശൂർ ഓക്കെ, അവോധയിൽ ഏത് കോഴ്സാ പഠിച്ചിരുന്നത്? മെഡിക്കൽ കോഡിംഗ് ഓക്കെ, ഇപ്പം ഇന്റേൺഷിപ്പ് ആണോ അതോ ഡയറക്റ്റ് ജോബ് ആണോ? ഇന്റേൺഷിപ്പ് ആണ്. ഓക്കെ, എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? കൊച്ചി. ഏത് കമ്പനി ഏതായിരുന്നു? ഓൺലൈൻ വേവ് ഓൺലൈൻ. ഓക്കെ, അവോധയിൽ ഈ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഡിഗ്രി കഴിഞ്ഞിരിക്കോ? ഓക്കെ, ഡിഗ്രി ഏതായിരുന്നു? ബി എ പൊളിറ്റിക്സ്. ഓക്കെ, ബി എ പൊളിറ്റിക്സ് എടുത്തിട്ട് എന്തായിരുന്നു ഈ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? വേഗം ജോലി കിട്ടണം എന്നുള്ളത്. ഓക്കെ, അവോധയിൽ എത്ര നാളെടുത്തു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? 3 മാസം. ഓക്കെ, ലൈവ് സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? ആ എങ്ങനെയുണ്ടായിരുന്നു അവോധയിലെ ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഓൺലൈൻ ക്ലാസ് ആയിരുന്നോ? അതെ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം മനസ്സിലാവായിരിക്കുമായിരുന്നോ ക്ലാസ് ഒക്കെ? അതെ അതെ. ഓക്കെ, ജാബ് സെക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? ജാബ് സെക്ഷനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ശരി. പേടി ഉണ്ടായിരുന്നു അല്ലേ? അതെ. ആദ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാറില്ലായിരുന്നു. പിന്നെ ചെയ്തു തുടങ്ങിയപ്പോ കുഴപ്പമില്ല. ഓക്കെ, എത്ര തവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജാപ്പില്? ജാപ്പില് 2-3 ചെയ്തു. അതില് രണ്ടാമത്തെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വിളിച്ചത്. അപ്പോ ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡന്റ് ഒക്കെ കിട്ടിയായിരുന്നോ? ഓക്കെ, ഇപ്പം അവോധയില് കോഴ്സ് പഠിക്കാൻ 2800 രൂപയാണല്ലോ. അപ്പം അതാദ്യം കേട്ടപ്പോ എന്തായിരുന്നു റെസ്പോൺസ് ഒക്കെ? അപ്പൊ തോന്നിയത് ഇത്രയും കുറവ് കാശൊക്കെ ഉള്ളൂ, അത് എങ്ങനെയാവുന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്നുള്ളൊരു ഇതില് വന്നാണ്. പിന്നെ അന്വേഷിച്ചപ്പോ നമുക്കറിയണ കുറച്ച് പേരോടൊക്കെ ചോദിച്ചാണ്. അപ്പൊ അവരും പറഞ്ഞ പഠിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. റെക്കോർഡ് ക്ലാസ് കാണിച്ചാലും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവോധനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്? കോളേജിൽ ആക്ച്വലി ഒരു നിങ്ങളുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് കോള് വരികയാണ് ചെയ്തത്, ഇങ്ങനെ ചേരാനായിട്ട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ അന്വേഷിച്ചു, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോ അറിയാവുന്നതാണ് ഇങ്ങനെ പറഞ്ഞത്. കുറച്ചൊക്കെ അറിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നോ കോഴ്സിനെ കുറിച്ച്? ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ജോലി കിട്ടിയപ്പോ അവർക്കും കൂടി ഇങ്ങനെ പറയുമ്പോ ഒരിതുണ്ട്. മുമ്പെന്ന് പറയുമ്പോ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം വെറുതെ ഇരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ശരിയായി. അപ്പൊ ആ സമയത്ത് പറയുമ്പം ആരും ചെയ്യില്ലല്ലോ. അത് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടോന്ന് അവർക്കറിയാം. പക്ഷെ ജോലി കയറിയപ്പോ കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ അവരും ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ കോഴ്സ് എടുത്തു, പഠിച്ചു, ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് അവോധനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ഷെയർ ചെയ്യാമോ? ഇപ്പൊ അതിൽ പഠിച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ വേഗം ജോലി ശരിയായത്. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ട്രെയിനിങ് ഞങ്ങൾക്ക് ഈ ഒരു മാസമാണ് ട്രെയിനിങ്. ഫുൾ ട്രെയിനിങ് ക്ലാസ് പോലെ തന്നെ അവർ എടുത്ത് തരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പോ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞങ്ങൾ ശരിക്ക് പ്രൊഡക്ഷനിൽ കയറും. അപ്പം ഇത്ര നേരം നമ്മോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ് വിത്ത് അവോധ.